മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സർപ്പൻറ്റൈൻ സ്പിരിറ്റിൻ്റെ വിവിധ ആക്ടിവിറ്റി ഏത് രീതിയിലാണ് സ്വപ്നത്തിൽ കൂടി ഈ പാമ്പ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിലുള്ള ഈ പൈത്തൺ സ്നേക്കിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ഇത് വിഴുങ്ങുമ്പോഴെന്താ സംഭവിക്കുന്നത്? അത് ഒന്നുകിൽ അത് ശ്വാസം മുട്ടും, അത് അത് തിന്നുന്ന സാധനത്തിൻ്റെ ശ്വാസം മുട്ടും, അത് വിഴുങ്ങും. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ മേഖലകളിലെ ശ്വാസം മുട്ടിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ് ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എന്നോട് പറഞ്ഞാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പം അല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക. ഇത് നമ്മുടെ പ്രാർത്ഥന, വർഷിപ്പ്, അതുപോലെ നമ്മൾ ദൈവവുമായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്ന കാര്യം അല്ലേ. ചില ആളുകൾക്ക് എന്താണ് അങ്ങോട്ട് നമ്മുടെ വായ നാവിനെ പിടിച്ചു കെട്ടുന്ന പോലെ ഇരിക്കുക. നമ്മുടെ അധരഫലമാണല്ലോ സ്തോത്രയാഗം. അത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. വായെ പിടിച്ചു കെട്ടുന്ന പോലെ ഇരിക്കുന്ന അനുഭവം, നമ്മളങ്ങ് ദൈവത്തിൽ നിന്ന് അങ്ങ് ഡിസ്കണക്റ്റ് ആവുന്ന ഒരു അനുഭവം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, രാവിലെ നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഈ പറയുന്ന എനിക്ക് പോലും രാവിലെ എഴുന്നേറ്റ് വരുമ്പം ചില ദിവസങ്ങളിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു ഫ്രണ്ടിലോട്ടുള്ളൊരു പ്രയാണമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വെച്ചാൽ വർഷിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവനം വായിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ, ക്രിസ്ത്യൻ ലൈഫിനെ അങ്ങ് സോളോ ചെയ്യുന്ന അനുഭവം. ഇത് ഈ സ്പിരിറ്റ് ഓഫ് പൈത്തൺ അല്ലെങ്കിൽ ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിൻ്റെ ഒരു മേഖലയാണത്. രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ പാഷൻ. എടുത്തുകൊണ്ട് പോകും. ഈ സ്പിരിച്വൽ പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നൊരു വിത്താണ്. ഈ പ്രാർത്ഥനയ്ക്ക് കുറേ പ്രാർത്ഥനയുടെ വോൾട്ടറുണ്ട്. ഈ പ്രാർത്ഥനയുടെ വോൾട്ടറിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഓഫറിങ് എ സാക്രിഫൈസ്. നമ്മൾ ബലി അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ബലി അർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. എന്നാൽ ആ ബലി അർപ്പിക്കുമ്പോൾ അത് കത്തത്തില്ല, അത് ജ്വലിക്കാതെ ഇരിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് ഡ്രൈ ഔട്ടായി പോകുന്ന പോലെ ഒരു അനുഭവം. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പം പ്രാർത്ഥന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യത്തില്ല. ഏതെങ്കിലും രീതിയിൽ സ്പിരിച്വലായിട്ടുള്ളൊരു കോൺവെർസേഷൻ വന്നാൽ പോലും അത് പലപ്പോഴും നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആദ്യം പറഞ്ഞത് നമ്മുടെ പ്രെയർ ലൈഫിൻ്റെ കാര്യമാണ്. അത് സോളോ ചെയ്യുന്നു. രണ്ടാമത് അതിനെ സഫക്കേറ്റ് ചെയ്യുന്നു. സഫക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരനുഭവം കാണും. വീണ്ടും മൂന്നാമത്, ഇറ്റ് സൈലൻസ് അവർ പ്രൊഫറ്റിക് വോയിസ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പോലും ഉറച്ചു പറയാൻ എന്ന് വെച്ചാൽ ദൈവകാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു പേടി ഉള്ളി വരിക. അതുപോലെ ആത്മീയ കാര്യങ്ങളിലുള്ള ബോൾഡ്നെസ് നഷ്ടപ്പെടുക. ഇതൊക്കെ ദൈവാത്മാവ് തരുന്നതാണ്. ദ സ്പിരിറ്റ് ഓഫ് ഫിയർ അല്ല, സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലെ അങ്ങ് കുറയുക. കാര്യം നമ്മൾ എന്തോ പേടി പോലെയൊക്കെ ഉള്ളി വന്നിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് അങ്ങ് ഡ്രൈ ആയി പോകുന്നൊരവസ്ഥ. അതിലത് നമ്മുടെ പ്രൊഫറ്റിക്കായിട്ടുള്ള ഹിയറിങ് എന്ന് വെച്ചാൽ ഈ പ്രൊഫറ്റിക് ഹിയറിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു പ്രവാചകൻ വന്ന് പറയുക എന്നല്ല, അതല്ല അത് പ്രൊഫറ്റിക് ഹിയറിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ സ്പിരിച്വൽ റലത്തിൽ നിന്നുള്ള പല വെളിപ്പാടുകൾ നമുക്ക് വരും. അതൊരു പ്രൊഫസിയായിട്ട് പലതും വരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ച്. അത് വരുമ്പോഴേ അത് ഇങ്ങോട്ട് വരാതെ മൈൻഡ് തടസ്സപ്പെടുത്തുക. അത് നമ്മൾ ഉള്ളിലോട്ട് വരത്തില്ല. ആ മൈൻഡിനകത്ത് ഒരു ബ്ലോക്ക് പോലെ വരികയാണ്. ഒരു പൈശാചിക അറ്റാക്കാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഈ സർപ്പൻറ്റൈൻ കിങ്ഡത്തിൽ ഒരു അറ്റാക്കാണ്. പിന്നെ അടുത്ത ഒരു കാര്യം, ഇറ്റ്സ് നമ്മുടെ അച്ചീവ്മെൻ്റ് എല്ലാം ഇത് വിഴുങ്ങിക്കളയും.
റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ്. നമ്മൾ എന്ത് ചെയ്തിട്ടും ഒന്നും സാധ്യമാകുന്നില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം, ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും രോഗവും പ്രയാസവും, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ശരിയാവുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഫെയിലർ ആകുകയാണ്, എനിക്കൊരു നിരാശ വരുന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോഴെന്താണ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേ യേശുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഇടവരും. അതായത് ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ ആ സീസണിലെ ദൈവം റിലീസ് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാതിരിക്കും. നമ്മളതൊക്കെ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വാസം പറഞ്ഞ് മുന്നേറേണ്ടടുത്ത് നമ്മൾ ആ ബ്രേക്ക് ത്രൂ ഒക്കെ അങ്ങ് മിസ് ചെയ്യുക. ലാസ്റ്റ് മൊമെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാനുള്ള നന്മയൊക്കെ അങ്ങ് പോയി അവസാനം നമ്മുടെ വിശ്വാസം കൂടെ നഷ്ടപ്പെടുന്ന കാര്യം. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സ്വാളോയിങ് ആണ്. പിന്നെ അടുത്തത്, ഇറ്റ് സഫക്കേറ്റ്സ് അവർ ഹെൽത്ത്. നമുക്ക് ക്ഷീണം വരും, തളർച്ച വരും, അല്ലേ? ഈ ക്ഷീണവും തളർച്ചയൊക്കെ ഈ പൈതൻ്റെ ചിന്തകളാണ്, തളരുന്ന കാര്യം. റിപ്പീറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ്, എപ്പോഴും അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ടയർഡ്നെസ്. ഈ വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവർ പോലും വിടുതൽ ശുശ്രൂഷയിൽ അതോറിറ്റി ഇല്ലെന്നുള്ള ചിന്ത വരിക, അതെല്ലാം ഈ പിശാച് കൊണ്ടുവരുന്ന. എന്നാൽ ഈ വിടുതൽ ശുശ്രൂഷയിൽ നമുക്ക് അതോറിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതുപോലും നമുക്ക് കുറവാണെന്ന് പറഞ്ഞ് നമ്മളെ താഴെ കൊണ്ടുവരുന്ന, ഈവൻ നമ്മുടെ ഹെൽത്തിനകത്ത് പോലും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പൈശാചിക മേഖല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇറ്റ്സ് സോളോസ് അവർ ഹാപ്പിനെസ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസ്കറേജ്മെൻറ്റ്, ഹോപ്പ്ലെസ്നെസ്, അതുപോലെ വിപരീതമായിട്ടുള്ള ചിന്തകൾ, പല ചിന്തകൾ വിപരീതമായിട്ട് ഉള്ള ചിന്തകൾ വീട്ടിൽ കൊണ്ടുവരിക, അവിടെ കലഹം ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഈ ആത്മാവാണ്. നമ്മുടെ വിഷൻ നഷ്ടപ്പെടും. ഏഴാമത്, ഇറ്റ് സ്വാളോസ് യുവർ വിഷൻ. അതുപോലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡിസീവ് ചെയ്യുന്നു, യഥാർത്ഥത്തിലുള്ള വോയിസിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് കളയുന്നു. കൺഫ്യൂസസ് ആൻഡ് മാനിപ്പുലേറ്റ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഒരു ട്രൂ ലീഡറെ തന്നെ ഫോളോ ചെയ്താലും അവരിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോയി വേറൊരു ലീഡറെ കൊണ്ടുപോയിട്ട്, എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു കുറവ്, ഇപ്പം എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ഒന്നുമല്ല, ഏതെങ്കിലും ഒരു രീതിയിൽ, ഇപ്പോൾ ഒരു വ്യക്തിയിൽ എന്തെങ്കിലും അയാളുടെ വാക്കിൽ നിന്ന് വന്നൊരു കുറവ് അത് മനസ്സിലാക്കുമ്പോൾ നമ്മളെ അത് ഈ സ്പിരിറ്റ് കൺഫ്യൂസ് ചെയ്തിട്ട്, കണ്ടോ അവൻ ആ രീതിയിലാണ് എന്ന് പറഞ്ഞിട്ട് അവനിൽ നിന്ന് നമ്മളെ വലിച്ച് വേറൊരാളിലേക്ക് കൊണ്ടുപോകും. കൺഫ്യൂസ് ആൻഡ് മാനിപ്പുലേറ്റ്, അത് ഇതും ഒരു വലിയൊരു സംഭവമാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, നിങ്ങളുടെയും എൻ്റെയൊക്കെ ഡെലിവറൻസ് സ്വർഗം അപ്പോയിൻ്റ് ചെയ്ത ദാസന്മാരിലൂടെ നടക്കുള്ളൂ. ഓരോ സീസണിൽ ദൈവം അത് റിലീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ തോതിലെങ്കിലും ആളുകൾ കൂടിയൊക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ വരുമ്പോൾ ചില ചെറിയ ഡെലിവറൻസ് ഒക്കെ വന്നാലും ഒരു അപ്പോയിൻറ്റഡ് ടൈമിൽ അപ്പോയിൻറ്റോട്ടുള്ള ദൈവദാസനും കൂടി അത് കംപ്ലീറ്റ് ആകുകയുള്ളൂ. എന്നെ നിങ്ങൾ ഫോണിൽ വിളിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴേ ഞാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഈ സീസണിൽ ദൈവം നിങ്ങൾക്കത് റിലീസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ഞാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്കൊരു ഡെലിവറൻസ് വരണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടത്. എത്രയോ എപ്പിസോഡുകൾ വരുന്നു, എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ യൂട്യൂബ് ചാനൽ മാത്രം നിങ്ങൾ കണ്ടിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള കാരണം എന്താണ്? അതൊരു അപ്പോയിൻറ്റഡ് ടൈമാണ്. നിങ്ങൾക്കൊരു ഡെലിവറൻസ് വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എന്നെ അനോയിൻറ്റ് ചെയ്തിരിക്കുക ദൈവം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, ഈ പൈതൺ സ്പിരിറ്റ് എപ്പോഴും കൺഫ്യൂഷൻ കൊണ്ടുവന്ന്, ഇപ്പോൾ ഒരു പ്രാർത്ഥിക്കുക, ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ടോ അല്ലാതെ ഒരു ശുശ്രൂഷയിലോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും അതിനകത്തൊരു ഡെലിവറൻസ് വരുന്നില്ല. വരുമ്പം ഈ സ്പിരിറ്റ് നിങ്ങൾക്കൊരു ചിന്ത തരികയാണ്,
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ദൈവദാസൻ്റെ അരികിൽ നിന്ന് വേറൊരിടത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന കേസുകൾ ഇങ്ങനെ ഉണ്ട്. പലയിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കാത്ത. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പലയിടത്തും പോയി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ദൈവദാസൻ്റെ കുഴപ്പമോ അവിടുത്തെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല. നമ്മൾ ചേഞ്ച് ചെയ്തെങ്കിലേ നമുക്ക് ഡെലിവറൻസ് വരുള്ളൂ. അതുകൊണ്ടാണ് നടക്കാത്തത്. അതുപോലെ തന്നെയുള്ളതാണ് ഈ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഡെലിവറൻസ് മിനിസ്റ്റർഡ് അഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക. പിന്നെ ഈ ശുശ്രൂഷ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് വിൽക്കാനായിട്ട് ശ്രമിക്കുക, സെല്ലിങ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഫോർ മണി. പിന്നെ ഇത് പലപ്പോഴും പേഷ്യൻ്റായിട്ട് ഈ പാമ്പല്ലേ, ഇതിങ്ങനെ പേഷ്യൻ്റായിട്ട് ഇതിങ്ങനെ സൈലൻ്റായിട്ട് ഇതിങ്ങനെ ക്രീപ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറി അവിടെ കോയിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡിലാണ് ഈ സാധനം അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില സൈൻസ് എന്ന് പറയുന്നത്, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ഒരിക്കലും ഇല്ലാത്ത ക്ഷീണം, ഭയങ്കര ക്ഷീണം വരിക, ടയർഡ്നെസ്. അതുപോലെ ശ്വാസതടസ്സം പോലെ വരിക, ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭാരം വരിക, വലിഞ്ഞു മുറുക്കുന്ന ഒരു അനുഭവം ഉള്ളിൽ. അതുപോലെ റെസ്റ്റ്ലെസ്നെസ് വരിക, പല രോഗങ്ങൾ ഫീൽ ചെയ്തിട്ട് പല മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയാണ്, എന്നിട്ടൊന്നും തന്നെ ഈ രോഗത്തെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പല ചെക്കപ്പ് നടത്തി ഡോക്ടേഴ്സ് പറയുന്ന ഒരു രോഗമില്ല, പക്ഷേ നിങ്ങൾക്ക് സുഖമില്ല. പിന്നെ അതുപോലെ എപ്പോഴും ചുമ വരിക, വർഷിപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, പാട്ട് പാടാൻ സമ്മതിക്കത്തില്ല, പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ ചുറ്റും ആൾ കൂടുമ്പോൾ നിങ്ങൾക്കൊരു ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻകൺവീനിയൻസ് വരികയാണ്, നിങ്ങൾ ഇൻസഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു ചിന്ത വരികയാണ്. അതുപോലെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുകയാണ്. ഇതൊക്കെയാണ് സം ഓഫ് ദ സിംറ്റംസ് ഓഫ് ദ സർപ്പൻറ്റൈൻ സ്പിരിറ്റ്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആണ് ഞാനതൊരു ഏകദേശം 10 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിൻ്റെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒരു ജനറലി പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളൊരു പദ്ധതിയിൽ മുന്നേറാൻ പറ്റാതെ നിരാശയിലും അല്ലെങ്കിൽ രോഗത്തിലും ടയർഡ്നെസ്സിലും എല്ലാം നഷ്ടപ്പെട്ടതുപോലൊരു നിരാശയിൽ വന്നിട്ട് സ്പിരിച്വൽ വിഷൻ നഷ്ടപ്പെട്ട് ഒരു ഹോപ്പില്ലാത്ത രീതിയിൽ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതെന്ന് ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഈ ലീഗൽ റൈറ്റ് നമ്മൾ പലപ്പോഴും ഈ പിശാചിന് കൊടുക്കുന്നതുകൊണ്ടാണ്. ഒന്നുകിൽ കുടുംബത്തിലെ അബോർഷൻ, കുലപാതകം, പൂജകൾ, ബ്ലഡ് ഷെഡ്, ഫാമിലി ട്രീയിൽ ഇങ്ങനെയൊക്കെയുള്ള അൺറിപ്പൻറ്റഡ് ആയിട്ടുള്ള ജനറേഷണലായിട്ടുള്ള പാപങ്ങൾ, ഇതെല്ലാം തന്നെ ഫാമിലി ട്രീയിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫാമിലി ട്രീയിൽ ഐഡലട്രി, വിച്ച് ക്രാഫ്റ്റ്, അതുപോലെ ബ്ലഡ് ഓത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലും ഈ സാത്താൻ്റെ വാതിലുകൾ തുറക്കുകയും അത് വന്ന് നമ്മുടെ ജീവിതങ്ങളിൽ വരികയും ചെയ്യും. നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനും അതുമായിട്ട് ചേർന്നുള്ളൊരു അനോയിൻറ്റിങ്ങുമാണ്. ഈ ആത്മീയ പ്രോഗ്രസ് ഇല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതങ്ങളിൽ ഇത് ഈ ഗേറ്റ് തുറന്നിരിക്കുകയും ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. പലപ്പോഴും ജനറേഷണലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പലരുടെയും ജീവിതങ്ങളിൽ വല്യപ്പന്മാരുടെ സമയത്ത് പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ പിശാചിനൊരു ഗേറ്റ് വേ ആയിട്ട് ആയിത്തീരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതിൽ നിന്നുള്ള വലിയൊരു വിടുതൽ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചുരുക്കമായി പറഞ്ഞത് സർപ്പൻറ്റൈൻ കിങ്ഡത്തിലുള്ള ഈ സ്പിരിറ്റിനെ കുറിച്ചാണ്. സർപ്പൻറ്റൈൻ കിങ്ഡത്തിലുള്ള ഈ സ്പിരിറ്റ്, ഇതിനകത്ത് 2 ആക്ടിവിറ്റി പറഞ്ഞു. ഒന്ന് ജനറലായിട്ടുള്ള പറഞ്ഞു, രണ്ടാമത് സ്പിരിറ്റ് ഓഫ് പൈത്തൺ പറഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധയോട് കേട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ചുള്ള അറിവ് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റിലീസ് വരികയാണ്. പലർക്കും അറിയത്തില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കണ്ടു, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ടയർഡാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഡ്രൈ ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഇതൊരു സർപ്പൻറ്റൈൻ സ്പിരിറ്റാണ്, ഇതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണം എന്നുള്ളൊരു ചിന്ത
നമുക്ക് വരേണ്ട ഏറ്റവും ആവശ്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വരുന്നതെന്ന് ഉള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. എന്നാൽ എന്നെ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തീർമാനമായി വാച്ച് ചെയ്യണം. നമ്മുടെ ജീവിതങ്ങൾ, അവർ ലൈഫ് വിൽ ബി നോട്ട് ലൈക്ക് ദ പ്രീവിയസ് ഡേ. കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മുടെ ജീവിതം. ഓരോ ദിവസവും അതിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. അതിനുവേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദർ ഈസ് ഗോയിങ് ടു ഹാവിങ് ഗ്രേറ്റ് മിറക്കിൾസ്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് വയ്യാതെ, പ്രാർത്ഥനാ ജീവിതം ട്രൈ ആയി, നാവിൽ കെട്ടായിട്ട് കർത്താവെ ഇരിക്കുന്ന വ്യക്തികളെ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വി കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് that the serpentine spirit has to go out from their life in the name of Jesus. യേശുവിൻ്റെ നാമത്തിലെ അവരുടെ ഉള്ളിൽ നിന്ന് ആ സർപ്പൻറ്റൈൻ സ്പിരിറ്റ് പുറത്തു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡെലിവറൻസ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും തീരുമാനിച്ചിട്ട് ചെയ്യാൻ വയ്യാതെ തടസ്സപ്പെട്ടിരിക്കുന്നവർ, പലത് ശ്വാസം മുട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെ, ഒന്നും ആ ബ്രിമ്മിൽ വന്നിട്ട് പോലും അത് അച്ചീവ് ചെയ്യാൻ വയ്യാതെ ഇരിക്കുന്ന ചില ആളുകൾ, യേശുവിൻ്റെ നാമത്തിലെ ഈ ആത്മാവ്, ഈ സ്പിരിറ്റ് ഓഫ് പൈത്തൺ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവമേ, നീ സഹായിക്കണമേ, വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ലിവർ സിറോക്സിൽ പ്രയാസപ്പെടുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. നേരത്തെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ലിവർ സിറോക്സ് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഭയങ്കര പ്രയാസമായി മരുന്ന് കഴിക്കുന്നു. ഇന്നൊരു അത്ഭുത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് പൈത്തൺ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അടിമത്വത്തിലും വന്നിട്ട് ജീവിതം ദാസ്യോഗ്യമാക്കി കഴിഞ്ഞ ഈ ഡെസ്റ്റിനി നശിപ്പിക്കാനായിട്ട് ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ സ്ട്രോങ് മാനെ ഒന്ന് പിടിച്ചു കെട്ടുവാൻ കർത്താവെ നീ ശക്തീകരിക്കണമേ, ഇടവരുത്തണമേ. എല്ലാ ഹെൽത്തിൻ്റെ ഇഷ്യൂസും, ഫൈനാൻസിൻ്റെ ഇഷ്യൂസും, എല്ലാ അഡ്വേഴ്സറി ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു, വിടുവിച്ച ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിൽ നിന്നുള്ള വിക്ടറിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കത് പ്രയോജനമായി തീരും എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.